delulu, my delusional salulu. When the poop and ഞാൻ still on you. Delulu, my delusional salulu. When the poop and ഞാൻ still on you. എന്താ മീന് വന്നില്ലേ? മീന് വരാൻ സമയം ആകുന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും ഒരേ ഓഫീസ് ടൈം അല്ലേ? അവക്ക് മാത്രം പ്രത്യേകിച്ച് ഇളവ് വല്ലതും ഉണ്ടോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ മാഡം. ഇനി എനിക്കാരെങ്കിലും ഇളവ് തന്നാലും ഞാൻ കറക്റ്റ് സമയം വരത്തുള്ളൂ. കറക്റ്റ് സമയത്തിന് വന്നിരുന്ന് ഇതുപോലെ പാട്ട് കേൾക്കാനാണല്ലോ. അത് ഈ സ്ട്രെസ്ഫുൾ ജോലിക്കിടയിൽ ഒരു എന്റർടൈൻമെന്റ് വേണമല്ലോ. ഇവിടെ എന്ത് ജോബാണ് ഉള്ളത്? ആകെ കൂടെ കഴിഞ്ഞ മാസം കിട്ടിയത് ഒരു ക്ലയന്റിനെയാ. അവരുടെ പ്രൊപ്പോസൽ മെയിൽ അയക്കാൻ വേണ്ടിയിട്ടാണ് ആ മീനുവിനെ ഏൽപ്പിച്ചിരുന്നത്. അവളാണെങ്കിൽ ഇന്നേക്ക് വന്നിട്ടുമില്ല. മാഡം മീന് വരുമ്പോൾ ഞാൻ ക്യാബിലേക്ക് വരാൻ പറയാം. ശരി. തള്ള ഉപദ്രവം തുടങ്ങി. അവിടെ പോയി കിടക്കോ? ഇല്ല സാർ, ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ പ്രൊപ്പോസൽ അയച്ചോളാം. വേണ്ട, വേറെ ആർക്കും കൊടുക്കണ്ട, ഞങ്ങൾ തന്നെ വർക്ക് ചെയ്തോളാം. എനിക്ക് പ്രൊപ്പോസൽ ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അയച്ചേക്കാം. ശരി. വന്ന ഉടനെ ഇവള് കോഫി കുടിക്കാൻ പോയോ? അവളെ വിളി, എന്റെ ക്യാബിനിലേക്ക് വരാൻ പറ. മാഡം മീനു വന്നിട്ടില്ല. വന്നില്ലേ? നിനക്കൊക്കെ ശമ്പളം തരുന്നവന്മാരെ വേണം ആദ്യം അടിക്കാൻ. ഒരു കാശിനും കൊള്ളാത്ത കുറെ എണ്ണം. ഇന്ന് പ്രപ്പോസൽ അയച്ചു കൊടുക്കാനുള്ളതാണ് ക്ലയന്റിന്. എനിക്കൊന്നും അറിയണ്ട. 10 മിനിറ്റിനുള്ളിൽ എനിക്ക് മെയിൽ റെഡി ആയിരിക്കണം, ഇല്ലെങ്കിൽ അവൾ ഇനി ഇവിടെ ഇല്ല. മാഡം ചെറിയൊരു പ്രശ്നമുണ്ട്. മീനുവിനെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. ഓ, ലീവ് എടുക്കാനുള്ള പ്ലാൻ ആയിരിക്കും. ഇനി അവളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പോകുന്നില്ല. ഞാൻ ആ പ്രപ്പോസൽ റെഡിയാക്കി അയക്കട്ടെ. അത് കഴിഞ്ഞാൽ അവളെ ടെർമിനേഷനാ. നിന്നെ ടെർമിനേറ്റ് ചെയ്താ? എന്നെ അല്ല. അപ്പൊ എന്നെ ടെർമിനേറ്റ് ചെയ്തോ? എടാ പൊട്ട, എന്നെ നിന്നെയൊന്നും അല്ല, മീനുവിനെയാണ്. എന്തിന്? ഇന്നെന്തോ പ്രപ്പോസൽ കൊടുക്കേണ്ട ഡേറ്റ് ആണെന്നാ പറഞ്ഞ. അവൾ ഓഫീസിൽ വന്നിട്ടില്ല, വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണെന്ന്. സ്വിച്ച് ഓഫാ? സംതിങ് ഫിഷി. എന്തായാലും പണി പോയി. മാഡം ഭയങ്കര കലിപ്പിലാണ്. അവളങ്ങനെ ടെർമിനേറ്റ് ചെയ്താലേ ആ പൊട്ടൻ ടോമി ടെർമിനേറ്റർ ആയിട്ട് വന്നിട്ട് മേടത്തെ തട്ടും. മനസ്സിലായോ? ഒരു കോഫി എടുത്താൽ നല്ല ഉറക്കക്ഷീണം. ജർമ്മനി ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊടൈക്കനാൽ ഭയങ്കര തിരക്ക്, അലഞ്ഞു തിരിഞ്ഞ് മുഷിഞ്ഞു ഞാൻ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ടോമി ഇവിടെ വന്നില്ലേ? ഇല്ല. അവൻ രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് ഇവിടുത്തെ കാര്യം പറഞ്ഞ എന്നെ ടൂർ പോകുമ്പോ വിളിക്കില്ലേ. 25 തവണ ഇന്ന് എളുപ്പം അങ്ങനെ വിളിച്ചത്. തിരിച്ചു വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. അവനും സ്വിച്ച് ഓഫാ? അവനും സ്വിച്ച് ഓഫ്. യെസ്. അപ്പൊ വേറെ ആരെങ്കിലും ഇവിടെ സ്വിച്ച് ഓഫ് ഉണ്ടാവും? മീനു. വാട്ട്? ഇറ്റ്സ് എ ഫാക്ട്. ഓ മൈ ഗോഡ്. അതെ, കർത്താവ് രണ്ടുപേരും സ്വിച്ച് ഓഫ്. ഇനി അവരെങ്ങനെ ഒരു ഒളിച്ചോട്ടം അനാവശ്യം പറയില്ലേ. അതും അവ അങ്ങനെ ചെയ്യൂല, ഞാൻ അറിയാതെ. ഇനി എമർജൻസി സിറ്റുവേഷനിലെങ്ങാനും? അല്ലല്ല, ഇത് അവരെവിടെ കറങ്ങാൻ പോയതാണ്. വരും വരും വരുമോ? വരും വരും കേട്ടാ. വരുമോ? വരും 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 വരുമോ? വരുത്താം. വരും വരും വരൂല്ലേ? വരും. മീനു ലീവ് വിളിച്ചു പറഞ്ഞായിരുന്നോ? ഇന്നലെ രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു. ടോമി എവിടെ? മീനു ഇവിടുത്തെ സ്റ്റാഫാണ്. വന്നില്ലെങ്കിൽ ആന്റിക്ക് അറിയണം. ഓക്കെ, അതുപോലെയാണ് ടോമി. അവൻ ഇവിടുത്തെ മുതലാളിയാണ്. അവൻ ചിലപ്പോ വരും, വരാതിരിക്കും. അത് ആന്റി അറിയേണ്ട കാര്യമില്ല. ചുമ്മാ അല്ല ഈ കമ്പനി പച്ച പിടിക്കാത്തത്. മുതലാളി എന്നെ ലീവ് എടുത്ത് നടക്കുകയല്ലേ? അവൻ ലീവ് എന്ന് ഞാൻ പറഞ്ഞ ക്ലയന്റ് മീറ്റിംഗ്. ഏത് ക്ലയന്റ്? അത് ഓഷ്യാനോർബിസ്. അതേത് കമ്പനി? ലോകത്തുള്ള എല്ലാ കമ്പനിയും നിങ്ങൾക്ക് അറിയാം? ഇല്ലല്ലോ. ഇതൊരു കമ്പനി. വർക്ക് കിട്ടുമ്പോ ബാക്കി ഡീറ്റെയിൽ അറിഞ്ഞാൽ വർക്ക് കിട്ടിയാ മതി.
സ്വിച്ച് ഓഫ് ചെയ്ത് എങ്ങോട്ട് പോയത്? പിന്നെ സ്വിച്ച് ഓഫ്. എവിടെടാ നീ? രേഷ്മേ, ഉം? നിനക്ക് എന്ത് തോന്നുന്നു? എന്തോ ചീഞ്ഞു നാറുന്ന പോലെ ഇല്ലേ? ആ അതെ, AC ഡെക്കിൽ വല്ല എലിയും ചത്ത് കിടക്കുന്നതായിരിക്കും. ശരി, അതല്ല. ടോമിയും മീനും ഒളിച്ചോടിയോ അതോ അവര് തമ്മിൽ എന്തെങ്കിലും പരിപാടി സംതിങ്? എന്തായാലും രണ്ടുപേരും ഓഫീസിൽ വന്നിട്ടില്ല. രണ്ടിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. പോരാത്തൊരു ടൂറ് പോയി ജോമിയെ അവൻ വിളിച്ചിരിക്കുന്നു, അതും ആ സമയത്ത്. 25 മിസ് കോൾ, അതിലെന്തോ ഒരു ഇതില്ലേ? മീൻ വിളിച്ചാ? ഇല്ല. ടോമി വിളിച്ചാ? ഇല്ല. ആടാ ഹലോ, എടാ എവിടാ നീയൊക്കെ? ഹലോ ഹലോ, ടോമി ആ